ഇന്നും കാസർഗോഡ് ചെറുവത്തൂരിലെ മണ്ണിടിച്ചിൽ വാർത്തയിലേക്കാണ്. ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് മണ്ണിടിഞ്ഞ് വീണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിനുണ്ട് വിവരങ്ങളുമായി. ജോസഫ്, എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീണ് ഉണ്ടായ അപകടത്തിൽ ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കുന്നു. കൊൽക്കത്ത സ്വദേശിയും അതിഥി തൊഴിലാളിയുമായിട്ടുള്ള മുൻതാജ് മിർ ആണ് മരിച്ചത്. മണ്ണിനടിയിൽ കുടുങ്ങിയ മറ്റ് 3 പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഈ മട്ടളായിൽ രാവിലെ 10 മണിയോടുകൂടി മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് ഈ അപകടമുണ്ടായത്. ഈ പരിക്കേറ്റവരെ ഈ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബാക്കി 3 പേരുടെയും നില ഗുരുതരമല്ല. ഒരാളുടെ നിലയായിരുന്നു ഗുരുതരമായിട്ടുണ്ടായിരുന്നത്. അയാൾ ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള മുൻതാജ് മിറാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. എന്തായാലും രാവിലെ 10 മണിയോടുകൂടി ഈ ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. ഇവരുടെ മുകളിലേക്ക് വലിയ മൺകൂമ്പാരം വന്ന് പതിക്കുകയായിരുന്നു. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്. കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്നത്. പക്ഷേ അധികാരികൾ എത്തി പരിശോധന മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തു. ഇതിൽ നിന്ന് കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഫയർഫോഴ്സും പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും തൊഴിലാളികളും സംയുക്തമായിട്ടാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല. കൊൽക്കത്ത സ്വദേശിയായിട്ടുള്ള മിൻതാജ് മിറിന്റെ ജീവനാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത്. രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു അപകടം. ബാക്കി 3 പേരും ഇപ്പോൾ സുരക്ഷിതരാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവരെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവർക്ക് മറ്റു കാര്യമായ പരിക്കുകളൊന്നുമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരാളുടെ മരണം ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയാണ് കാലത്ത്. ശരി, കാസർഗോഡ് ചെറുവത്തൂരിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണ് 4 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായിരുന്നു. അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു കൊൽക്കത്ത സ്വദേശിയായ തൊഴിലാളി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മറ്റ് 3 പേർ രക്ഷപ്പെടുത്തിയ മറ്റ് 3 പേർ ഇപ്പോൾ അവരുടെ ആരോഗ്യനില അത്രത്തോളം ഗുരുതരമല്ല, ആശ്വാസകരമാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ 2 പേർ കൂടി അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതായൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ വിവരം ലഭിച്ചിരുന്നെങ്കിലും മണ്ണ് മാറ്റി നോക്കി രക്ഷാപ്രവർത്തനം നടത്തിയ ശേഷം ആരുമില്ല എന്നുള്ള തരത്തിൽ ഉറപ്പുവരുത്തുകയായിരുന്നു അധികൃതർ. ഇപ്പോൾ 3 പേർ ആ ഒരു അപകടത്തിൽപ്പെട്ട 3 പേരെ രക്ഷപ്പെടുത്തി അവർ ആശുപത്രിയിലാണ്. എന്തായാലും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതും കൂടിയാണ്. അതിൽ ഒരാൾ മരിച്ചിരിക്കുന്നു എന്നുള്ളതും കൂടിയാണ്. കൊൽക്കത്ത സ്വദേശിയായ തൊഴിലാളി മരിച്ചിരിക്കുകയാണ്. മട്ടലായിൽ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിലാണ് അപകടം ഉണ്ടായത് എന്നുള്ളതും കൂടിയുണ്ട്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.